ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കേരളത്തില് യു ഡോണ്ട് ഷൈ ഓഫ് സേയിങ് ഞാൻ BJP ആണ് എന്ന് പറയാൻ എവിടെയോ ഒരു മടി, നെറ്റിയിലൊരു കുറി തൊടാൻ മടി. എന്റെ വീട്ടിലൊരു മുസ്ലിം സഹോദരൻ വന്നു കഴിഞ്ഞാൽ അവൻ അന്ന് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും എന്റെ വീട്ടിൽ വന്ന് കാണാം, ഒരു നിസ്കാരപ്പായ അവിടെ ഉണ്ട്. എന്നിട്ട് പടിഞ്ഞാറ് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എന്റെ ഗസ്റ്റ് റൂമിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഇസ് മേജർ റിവ്യൂ എന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ BJP-ക്കാരൻ. സോ നമ്മൾ ഒരിക്കലും വർഗീയനല്ലായിരുന്നു, ഇപ്പോഴുമല്ല എന്നുമല്ല. പക്ഷെ നമ്മളെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് കേരളത്തിൽ എസ്പെഷ്യലി അത് ലെഫ്റ്റിസ്റ്റിന്റെ ഒരു അജണ്ടയാണ്. BJP വർഗീയർ, അവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം ഓടേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിജി ഈ കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരമില്ല, പറയാനില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ചോദിച്ചാൽ എന്താണ്? അവർ വോട്ട് ചെയ്യല്ല കേട്ടോ. ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. BJP-ക്കാർക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുത്. അതുകൊണ്ട് ടിവിയിലും അവിടെ ഇവിടെ എല്ലാം കാണാം. ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രസക്തി. ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷൻ എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ, കഴിഞ്ഞ ഇലക്ഷന് 20 പേരെ ഇവിടുന്ന് എലക്ട് ചെയ്തിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. എന്താ ഉണ്ടായത്? അവിടെ പോയി കുറെ ഇംഗ്ലീഷും ട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കുറെ ട്രോൾ ചെയ്ത് 5 കൊല്ലം കഴിഞ്ഞ് അവര് പുട്ടടിച്ച് പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാൻ പോവാണ്. കേരളത്തിന് എന്തെങ്കിലും ഒരു കാശിന്റെ ഉപകാരം ഉണ്ടായിട്ടില്ല. എന്നാൽ രാജ്യസഭാ MP ആയിട്ട് പോയിട്ടുള്ള സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി എന്തെല്ലാം കാണിച്ചു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മതി. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് എലക്ട് ചെയ്ത് പറഞ്ഞയക്കും ഓരോ MP-മാരെ. ആ MP-മാർ അവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നത് നമ്മുടെ ഇന്ത്യക്കാർ, ഈ കേരളത്തുകാർക്കാണ്. ആ കേരളത്തിന് ഗുണം കിട്ടണമെങ്കിൽ നാളെ ഇന്നിവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുവതലമുറയുടെ ബാക്കിയായി വരുന്ന നമ്മുടെ പേരക്കുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ ഇനിയും നമുക്കിവിടെ കേരളത്തിൽ BJP-യുടെ അടിവേര് ഉറപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ വഴിയാധാരമാവും. ഇന്ന് കാണുന്ന എന്താണ്? ഗവർണറെ പോലും തടയാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന ഈ കുട്ടിക്കുറങ്ങന്മാരെയൊക്കെ ചോറ് വാരിപ്പിക്കുന്നുണ്ടല്ലോ, ചുടുചോറ്. എന്നിട്ടെന്തായി? അവർ പോയി ജയിലിൽ കിടക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള എത്രയേ ഉള്ളൂ, ഇവിടേക്ക് ഈ ഭരിക്കുന്ന പാർട്ടിക്കാരുടെ മന്ത്രിമാരുടെയും ഇവിടേക്ക് നേതാക്കന്മാരുടെയും എത്ര മക്കളുണ്ട് ഇവിടെ റോഡിലിറങ്ങിയിട്ട് തല്ലു വാങ്ങിക്കാൻ? ആരുമില്ല. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും മാർക്കറ്റുകാരും മറ്റോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനമ്മമാർ സൂക്ഷിച്ചോണം നിങ്ങളുടെ കുട്ടികളെ. ഇല്ലെങ്കിൽ അവരെ ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇരുന്ന് വീട്ടിലിരുന്ന് കരയേണ്ടി വരും. അത് വേണ്ടെങ്കിൽ എലക്ട് ചെയ്യൂ. വി ആർ ദ പീപ്പിൾ ഹൂ ലവ്സ് ദിസ് കൺട്രി. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം. ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം. അതിൽ രാഷ്ട്രബോധമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അതാണ് ഭാരതീയ ജനതാ പാർട്ടി.